എവിടെയാണ് വർഗീയതയ്ക്കെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എല്ലാം മാളത്തിൽ കയറിയിരിക്കുകയായിരുന്നു. വി ഡി സതീശനെ അല്പനെന്നും പന്നനെന്നും ബഫൂൺ എന്നൊക്കെ വിളിച്ചപ്പോൾ ഇവരാരും മിണ്ടിയിട്ടില്ല, ഇല്ലേ? എന്തിനാണ് വി ഡി സതീശനെ ചീത്ത വിളിച്ചത്? വി ഡി സതീശൻ വർഗീയത പാടില്ല എന്നും വർഗീയ ശക്തികളോട് യാതൊരു തരത്തിലുള്ള ഇടപാടും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനല്ലേ കോൺഗ്രസ് വരുമ്പോൾ മാത്രം എങ്ങനെയാണ് ഇതേപോലുള്ള വർഗീയ പാമ്പുകൾ പുറത്തിറങ്ങി വരുന്നത്? അത് കോൺഗ്രസ്സുകാർ അനുവദിച്ചില്ല. ഈ പറയണം, നിങ്ങൾ പറയേണ്ട സമയത്ത് കൈ ചൂണ്ടി മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. നിങ്ങൾ കാണിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഭരണം കിട്ടിയപ്പോഴത്തേക്ക് ഈ വക ടീമുകളെല്ലാം പുറത്തിറങ്ങി വരുന്നത്. ഇല്ലെങ്കിലോ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഇരുന്നപ്പോൾ ഈ സമുദായ സംഘടനകളൊക്കെ എവിടെയായിരുന്നു? എന്തെങ്കിലും ആ സർക്കാരിനെതിരെ പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഞാനതാ പറഞ്ഞേ, ഹിന്ദു സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്ന് എപ്പോഴും പറയുന്ന 2 പേരാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. എവിടെയാണ് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ 2 മാന്യന്മാർ എവിടെയായിരുന്നു? ഒരക്ഷരം. കേരളത്തിൽ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് എടുത്ത നേതാവാണ് വി ഡി സതീശൻ. വർഗീയ രാഷ്ട്രീയം പറയുന്നവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായും രാഷ്ട്രീയമായും ആക്രമണം നേരിട്ടതും സതീശനാണ്. പക്ഷേ ഒരു കാര്യത്തിൽ കോൺഗ്രസ് ഇനി മൗനം പാലിക്കരുത്. വർഗീയവാദികൾ സംഘടിതമായി ആക്രമിച്ചപ്പോൾ പല നേതാക്കളും മിണ്ടാതിരുന്നത് സാധാരണ പ്രവർത്തകരെ വേദനിപ്പിച്ചു. ഒരു നേതാവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുമ്പോൾ പാർട്ടി ഒന്നായി കൂടെ നിൽക്കണം. കാരണം ഇത് ഒരാളുടെ മാത്രം പോരാട്ടമല്ല, കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. വർഗീയ ശക്തികൾക്ക് മുന്നിൽ കോൺഗ്രസ് ഒരിക്കലും കീഴടങ്ങരുത്. അതിനെതിരെ ശക്തമായി നിലകൊള്ളാൻ വി ഡി സതീശനെ പോലുള്ളവരുടെ നേതൃത്വം തന്നെ ഇന്നത്തെ കേരളത്തിന് ആവശ്യമാണ്. എവിടെയാണ് വർഗീയതയ്ക്കെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എല്ലാം മാളത്തിൽ കയറിയിരിക്കുകയായിരുന്നു. വി ഡി സതീശനെ അല്പനെന്നും പന്നനെന്നും ബഫൂൺ എന്നൊക്കെ വിളിച്ചപ്പോൾ ഇവരാരും മിണ്ടിയിട്ടില്ല, ഇല്ലേ? എന്തിനാണ് വി ഡി സതീശനെ ചീത്ത വിളിച്ചത്? വി ഡി സതീശൻ വർഗീയത പാടില്ല എന്നും വർഗീയ ശക്തികളോട് യാതൊരു തരത്തിലുള്ള ഇടപാടും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ SDP ഒഴിവാക്കിയത്, ഇല്ലേ? അപ്പോൾ അങ്ങനെ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഇതുപോലുള്ള ഈ വർഗീയ വിഷയങ്ങൾ വന്ന് പുറത്തിറങ്ങി പറയുമ്പോൾ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ, ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്യാനായിട്ട് ആഹ്വാനം വല്ലതും ഇല്ലല്ലോ. സുകുമാരൻ നായർക്ക് ഇപ്പോഴാണ്, ഞാനതാ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷം മിണ്ടാതെ മാളത്തിൽ ഒളിച്ചിരുന്ന സുകുമാരൻ നായർ ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയിട്ട് മിണ്ടാതിരുന്ന ആളാണ് ഈ സുകുമാരൻ നായർ. പല പറഞ്ഞു പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞു, എന്തെങ്കിലും ചെയ്തു. ഇതുവരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ മിണ്ടാതിരിക്കുമായിരുന്നു, ഇല്ലേ? അപ്പൊ കേരളത്തിലെ ജനങ്ങൾ സുകുമാരൻ നായർക്കല്ല കൊടുത്തത് അംഗീകാരം കൊടുത്തത്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ വരുന്നതിന് ഇഷ്ടമുള്ള മുഖ്യമന്ത്രിയോ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. മാധ്യമങ്ങളല്ല ഇതൊന്നും നേതാക്കന്മാരും ഒക്കെയാണ് നിഷേധിച്ചിട്ടുള്ള ഇവിടെ കണ്ട വൃത്തികേട് കാണിച്ചതാരാണ്? കോൺഗ്രസ്സുകാരാണ് കാണിച്ചത്, അല്ലാതെ നാട്ടുകാരെ മാധ്യമങ്ങളാണോ? നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും, അതൊരു വ്യവസായമാണ്. ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് അതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് സൗകര്യമുള്ളത് സ്വീകരിക്കാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ തിരിച്ചു പറയാൻ അതിനെല്ലാം അവകാശമുണ്ട്. അത് നിങ്ങൾ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. കേരളത്തിൽ എവിടെയാണ് ഈ 10 ദിവസം ഇട്ട് ചർച്ച ചെയ്യാനും മാത്രമുള്ള സാഹചര്യം? എന്തുകൊണ്ടാണ് ഈ കലാപങ്ങളെല്ലാം ഉണ്ടായത്? ആരാണ് ഇതിന് ഉത്തരവാദി? അത് പറയായിരുന്നു. കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് പൊതുവഴിയിൽ തലക്കാനുണ്ടായ കാരണം? എന്തുകൊണ്ടാണ് ഇപ്പൊ വഴിയെ പോയി സുകുമാരൻ നായർ കയറി അഭിപ്രായം പറയുന്നത്? മോശക്കാരാണ്. എന്ത് കാര്യം? സുകുമാരൻ നായർക്ക് എന്തുവാണ് UDF മുന്നണിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ആരെ തീരുമാനിക്കണം? സുകുമാരൻ നായർക്ക് എന്താ കാര്യം? സുകുമാരൻ നായർക്ക് ഇത് പൊതുജനങ്ങളുടെ വല്ല മാൻഡേറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഈ കഴിഞ്ഞ 10 വർഷം പത്തി മടക്കിയിരുന്ന ഒരാളാണ് ഈ സുകുമാരൻ നായർ, ഇല്ലേ? സുകുമാരൻ നായർ ഇപ്പൊ ഇറങ്ങി എങ്ങനെയാണ്? കോൺഗ്രസ്സുകാർ ഇതിനൊക്കെ വാതിൽ തുറന്നു വെച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് സുകുമാരൻ നായർ വരുന്നത് പറയുന്നത്, ഇല്ലേ? നിങ്ങളുടെ നേതാക്കന്മാരെ, ഈ സമുദായ നേതാക്കന്മാരെന്ന് പറയുന്ന വേഷം കെട്ടിയിരിക്കുന്നവർ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലല്ലോ. നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ബിനു ചുള്ളിയിൽ ചോദിച്ചോ സുകുമാരൻ നായർക്ക് ഇത് പറയാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് പറയണ്ടേ? UDFന്റെ ഓട് പൊളിച്ചിറങ്ങി വന്ന കക്ഷിയല്ല മുസ്ലിം ലീഗ്. കഴിഞ്ഞ 50 വർഷത്തിലധികമായിട്ട് UDFന്റെ ഘടകകക്ഷിയാണ്. അവർ ഈ നാട്ടിലെ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട്, അവർക്ക് MLA മാരുണ്ട്, MP മാരുണ്ട്, മന്ത്രിമാരുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയാണ്. സുകുമാരൻ നായർക്ക് എന്താ കാര്യം ഇതിനകത്ത്? സുകുമാരൻ നായർ കോൺഗ്രസിന് വോട്ട് ചെയ്യാനായിട്ട് ആഹ്വാനം വല്ലതും നടത്തിയോ? ഇല്ലല്ലോ.
സുകുമാരൻ നായർക്ക് ഇപ്പോഴാണ്, ഞാനതാ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷം മിണ്ടാതെ മാളത്തിൽ ഒളിച്ചിരുന്ന സുകുമാരൻ നായർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയിട്ട് മിണ്ടാതിരുന്ന ആളാണ് ഈ സുകുമാരൻ നായർ. വല്ലതും പറഞ്ഞോ? പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞോ? എന്തെങ്കിലും ചെയ്തോ? ഇതുവരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ മിണ്ടാതിരിക്കുമായിരുന്നു, ഇല്ലേ? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സുകുമാരൻ നായർക്കല്ല കൊടുത്തത് അംഗീകാരം കൊടുത്തത്. കേരളത്തിലെ ജനങ്ങൾ അംഗീകാരം കൊടുക്കുന്ന UDF-നും കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിക്കാണ്. അതിനകത്ത് മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ വരുന്നതിൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ വരുന്നതിൽ എന്താണ് തെറ്റ്? അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഈ 1 കോടി വോട്ട് കിട്ടിയതിനകത്ത് ലീഗിന്റെ എത്ര 30-35 ലക്ഷം വോട്ടുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ജയിച്ചു വന്ന ആരുടെ കെയറോഫിലാണ്? കോൺഗ്രസിന്റെ തന്നെ വോട്ട് വാങ്ങിച്ചിട്ടാണോ? ലീഗിന്റെ വോട്ട് കൂടെ വാങ്ങിച്ചിട്ടാണ് വന്ന്. ലീഗിനത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. അവർ പുറത്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ ഇന്നാരെ ആക്കണമെന്ന്? ലീഗുകാരും പറഞ്ഞില്ലല്ലോ. അവരെ വിളിച്ച് മാന്യമായ രീതിയിൽ കോൺഗ്രസ് നിരീക്ഷകർ വന്ന് ഈ നേതാക്കന്മാരോട് സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. അവർക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. സുകുമാരൻ നായരല്ലേ വോട്ട് ചെയ്ത്? ആണോ? നിങ്ങൾ ഈ സുകുമാരൻ നായർ എന്താ പറയാത്ത? കഴിഞ്ഞ മന്ത്രിസഭയിൽ 10 നായർ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഈ നാട്ടിലെ സമുദായങ്ങൾ ആരെങ്കിലും പറഞ്ഞോ 10 നായന്മാർ ഈ മന്ത്രിസഭയിൽ പാടില്ല എന്ന് പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. സുകുമാരൻ നായർ എവിടെയായിരുന്നു? വേറെ ഏതെങ്കിലും സമുദായങ്ങൾ റെപ്രസെന്റേഷൻ ഇല്ല എന്ന് ആരെങ്കിലും പരാതി പറഞ്ഞു? അല്ലെങ്കിൽ ഈ മന്ത്രിമാർ അവരുടെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും അവർ മോശക്കാരാണെന്ന് ആരും പറഞ്ഞു? 2006 മന്ത്രിസഭയിൽ CPI 4 പേര് ഈ ഈഴവ സമുദായത്തിൽ ആരെങ്കിലും അതിന് കുറ്റം പറഞ്ഞോ? ഇല്ലല്ലോ. കോൺഗ്രസ് വരുമ്പോൾ മാത്രം എങ്ങനെയാണ് ഇതേപോലുള്ള വർഗീയ പാമ്പുകൾ പുറത്തിറങ്ങി വരുന്നത്? അത് കോൺഗ്രസ്സുകാർ അനുവദിച്ചില്ല. ഈ സുകുമാരൻ നായരെ കൊണ്ട് ഈ പാതിരാത്രി നേരത്ത് ഈ പ്രസ്താവന നടത്തിച്ചതിന്റെ പിന്നിൽ കോൺഗ്രസ്സുകാരുടെ കൈയുണ്ട്. അല്ലാതെ സുകുമാരൻ നായർ പുറത്തൊന്നും ഇറങ്ങത്തില്ല. സുകുമാരൻ നായർ എവിടെയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ? കോൺഗ്രസിനെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഏത് കോൺഗ്രസിലെ ഏത് നേതാവിനെതിരെയാണ് ഇവിടെ പള്ളി വിളിച്ചുകൊണ്ടിരുന്നത്? ആരാണ് അഹങ്കാരി, ധിക്കാരി, താർഷ്യമുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആരാ? VD സതീശനെതിരായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. VD സതീശൻ വരുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണെങ്കിലും പറയുന്നത്. സുകുമാരൻ നായർ ഇതേപോലെ പറഞ്ഞാണ് കേരളത്തിൽ ഒരു മതേതര സ്വഭാവം ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുള്ള ഒരു നേതാവിനെ നായർ ബ്രാൻഡാക്കി നിർത്തി, ഇല്ലേ? അയാളെ ഒരു വർഗീയ ചുവരിലേക്ക് ചാപ്പ അടിച്ചു കൊടുത്തു. എന്ത് നേട്ടം ഉണ്ടായി? ആ മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതത്തെ പോലും അത് ബാധിച്ചു, ഇല്ലേ? അപ്പം ഇതൊക്കെയാണ് ഈ സമുദായങ്ങൾ ചെയ്യുന്നത്. ഈ തവണ കേരളത്തിൽ നടന്ന ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിലാണ് UDF വോട്ട് തേടിയത്. UDF വോട്ട് തേടിയതാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു. ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടിനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് കൊടുത്തത്. അല്ലാതെ കോൺഗ്രസിൻ്റെ മഹത്വവും UDF-ന്റെ മഹത്വവും കൊണ്ടല്ല. കേരളത്തിലെ ജനങ്ങൾ വർഗീയതയ്ക്കെതിരായിട്ടൊരു നിലപാടുണ്ട് എന്നുള്ളത്, ആ നിലപാടിനാണ് വോട്ട് കൊടുത്തത്. ഇതാണ് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ പറയുന്നത്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാടാണ്. എവിടെയാണ് വർഗീയതയ്ക്കെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എല്ലാം മാളത്തിൽ കയറിയിരിക്കുകയായിരുന്നു. VD സതീശനെ അല്പനെന്നും പന്നനെന്നും ബഫൂൺ എന്നൊക്കെ വിളിച്ചപ്പോൾ ഇവരാരും മിണ്ടിയിട്ടില്ല, ഇല്ലേ? എന്തിനാണ് VD സതീശനെ ചീത്ത വിളിച്ചത്? VD സതീശൻ വർഗീയത പാടില്ല എന്നും വർഗീയ ശക്തികളോട് യാതൊരു തരത്തിലുള്ള ഇടപാടും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ SDPI ഒഴിവാക്കിയത്, ഇല്ലേ? അപ്പോൾ അങ്ങനെ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഇതുപോലുള്ള ഈ വർഗീയ വിഷയങ്ങൾ വന്ന് പുറത്തിറങ്ങി പറയുമ്പോൾ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ, ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ പറയണ്ടേ തനിക്ക് ഇതിനകത്ത് പറയാൻ യാതൊരു അവകാശവും ഇല്ല? നിങ്ങളുടെ വോട്ട് കൊണ്ടല്ല, നിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ഞങ്ങൾ ജയിച്ചത്. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ്. അവരെ ഞങ്ങളുടെ മന്ത്രിസഭയിൽ അവർക്ക് ഇഷ്ടമുള്ള വകുപ്പ് കൊടുക്കും, ഇഷ്ടമുള്ള മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കും. അത് പറയാനുള്ള ചങ്കൂറ്റമാണ് ഈ കോൺഗ്രസ് എന്ന പാർട്ടിയിലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നട്ടല്ലെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ പോകുന്നത്. അത് പറയണം. നിങ്ങൾ പറയേണ്ട സമയത്ത് കൈ ചൂണ്ടി മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. നിങ്ങൾ കാണിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഭരണം കിട്ടിയപ്പോഴത്തേക്ക് ഈ വക ടീമുകളെല്ലാം പുറത്തിറങ്ങി വരുന്നത്. ഇല്ലെങ്കിലോ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഇരുന്നപ്പോൾ ഈ സമുദായ സംഘടനകളൊക്കെ എവിടെയായിരുന്നു? എന്തെങ്കിലും ആ സർക്കാരിനെതിരെ പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഞാനതാ പറഞ്ഞേ, ഹിന്ദു സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്ന് എപ്പോഴും പറയുന്ന 2 പേരാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. എവിടെയാണ് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ 2 മാന്യന്മാർ എവിടെയായിരുന്നു? ഒരക്ഷരം പറഞ്ഞില്ലല്ലോ. ഈ കള്ളന്മാരെ പിടിക്കണം, അവരെ മോഷ്ടിച്ചുകൊണ്ട് പോയ സ്വർണം കണ്ടുപിടിക്കണം പറഞ്ഞോ? ഒരൊറ്റ ഒരുത്തരും പറഞ്ഞില്ല. അവരന്ന് മാളത്തിൽ ഇരിക്കുകയായിരുന്നു. പിണറായി വിജയനെ പേടിച്ച്